എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. LP-UP അധ്യാപന നിയമനത്തിന് 10ാം ക്ലാസ് വരെയെങ്കിലും മലയാളം പഠിച്ചിരിക്കണം എന്നുള്ള വ്യവസ്ഥ നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിർബന്ധമായിട്ടും LPSTക്കോ UPSTക്കോ നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിരിക്കണം. SSLCക്ക് പാർട്ട് 1 ആയിട്ടോ പാർട്ട് 2 ആയിട്ടോ എന്താണ് മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് LP-UP അധ്യാപകരായിട്ട് നിയമിക്കുകയുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോ LP-UP 2018 ഉത്തരവിനെ റദ്ദാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് വന്നതായിരുന്നു. അപ്പൊ നമ്മൾ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018 ഉത്തരവ് പ്രകാരം ഹയർ സെക്കൻഡറിക്കും ബിരുദതലത്തിലും ഒക്കെ മലയാളം പഠിച്ചിട്ടുള്ളവർ എന്താണ് അധ്യാപകരായിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 2018 ഇളവ് കൊടുത്തിട്ടുള്ള ആ ഉത്തരവ് പ്രകാരം ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് മലയാളത്തിൽ ഒരു യോഗ്യതാ പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ഉത്തരവിനെ എന്താ പറയാ പൂർത്തീകരിച്ചുകൊണ്ടാണ് പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. എന്താണ് ആ പുതിയ വിവരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ധാരാളം സംശയങ്ങൾ നമുക്ക് ഇതുമായി സംബന്ധിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ തന്നെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഗ്രൂപ്പുകളിൽ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന LPSTക്കും UPSTക്കും ജോയിൻ ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾക്കുള്ള ഒരു സംശയമാണ്, മലയാളം പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്? പരീക്ഷ ഏപ്രിൽ 27-ന്. എന്ത് പരീക്ഷയാണ്? എന്താണ് ആ പരീക്ഷ എന്ന് പറയുന്നത്? മലയാളം പഠിക്കാത്തവരുടെ ഭാഷാ പരീക്ഷ ഏപ്രിൽ 27-ന്. മലയാളം നിങ്ങൾ SSLCക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മലയാളം പഠിക്കാതെ നിങ്ങൾ അധ്യാപകരായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭാഷാ പരീക്ഷ എപ്പോഴാണ് PSC നടത്തുന്നത്? ഏപ്രിൽ 27-നാണ്. 10ാം ക്ലാസ് വരെയോ +2 ബിരുദതലത്തിലോ മലയാളം ഒരു വിഷയമായി പഠിക്കാതെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചവർക്കായിട്ട് PSC നടത്തുന്ന ആദ്യ മലയാളം ഭാഷാ പരീക്ഷ. PSC നടത്തുന്ന എന്താണ്? ആദ്യ മലയാളം ഭാഷാ പരീക്ഷയാണ്. ഉത്തരവിന് ശേഷമാണ് ഇതല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് PSC തന്നെയാണ് അത് നടത്തുന്നത്. അത് ഏപ്രിൽ 27-നാണ്. നമുക്കറിയാം K.TET-നും LP-UPക്കും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളത് തന്നെയാണ്. ഏപ്രിൽ 27-നാണ് ഈ ഭാഷാ പരീക്ഷ നടക്കുന്നത്. ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷാ വിജ്ഞാപനത്തിൽ ഈ പരീക്ഷ ഉൾപ്പെടുത്തിയിരുന്നു. 2 മണിക്കൂർ ദൈർഘ്യമുള്ള, എത്ര മണിക്കൂറാണ് ഈ പരീക്ഷയ്ക്കുള്ള സമയം എന്ന് പറയുന്നത്? 2 മണിക്കൂറാണ് ഭാഷാ പരീക്ഷ. 2 മണിക്കൂർ ദൈർഘ്യത്തില് വിവരണാത്മക പരീക്ഷയായിട്ടാണ് എന്ത് ചെയ്യുക? നടത്തുക. നിങ്ങൾ തയ്യാറാകുക അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ MCQ ടൈപ്പ് അല്ല. എന്താണ്? വിവരണാത്മകമാണ്. ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എക്സാം ആയിട്ടാണ് ഭാഷാ പരീക്ഷ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ആകെ എത്ര മാർക്കാണ്? 100 മാർക്കാണ്. 100 മാർക്കില് ജയിക്കാൻ 40% മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് നിബന്ധന കേട്ടോ. അപ്പൊ ഭാഷാ പരീക്ഷ പാസ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് LPST UPST, അതായത് മലയാളം പഠിക്കാത്ത ആളുകൾ, അവർക്ക് തന്നെ 100-ൽ എത്ര മാർക്കാണ് വാങ്ങേണ്ടത്? 40% മാർക്ക് വാങ്ങണം. ഈ പരീക്ഷയ്ക്കുള്ള സിലബസ് എന്ന് പറയുന്നത്, സിലബസ് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് മലയാളം അധ്യാപകർക്കുള്ളതാണ്, പക്ഷെ ടോപ്പിക് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് കേട്ടോ.
അതുകൊണ്ട് അത് വായിക്കാം. ടോപ്പിക്സ് ടു അസസ് ദ പ്രൊഫിഷ്യൻസി ഇൻ മലയാളം വൊക്കാബുലറി. മലയാളം വൊക്കാബുലറിയിൽ നിങ്ങളുടെ പ്രാവീണ്യം, പ്രൊഫിഷ്യൻസി ഒക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വൊക്കാബുലറി ഒക്കെ നമ്മൾ എല്ലാ പരീക്ഷകൾക്കും മലയാളം വൊക്കാബുലറി പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിഷയമല്ല. സ്പെല്ലിംഗ് ഉണ്ടാകും. സ്പെല്ലിംഗ്, ശരിയായ പദം തിരഞ്ഞെടുക്കുക, അല്ലെ, അതൊക്കെ സ്പെല്ലിംഗ് ഉണ്ടാകാം. അതുപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാകും. വാക്യത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ സെന്റൻസിന്റെയും ഒക്കെ ഘടനയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ സിലബസിലുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കോംപ്രിഹെൻഷൻ പാസേജ്. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഒരു പാസേജ് തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാറുണ്ടല്ലോ. അതുപോലെ തന്നെ മലയാളത്തിൽ ഇപ്പോഴും നമ്മൾ എഴുതുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെയുള്ളത് K.TET എഴുതുന്ന സമയത്തും അല്ലെ അങ്ങനെയുള്ള ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്. പ്രിസിസ് റൈറ്റിംഗ് ഉണ്ട്. ചുരുക്കെഴുത്തുകൾ എന്തെങ്കിലും തന്ന് അതിനെ ചുരുക്കി എഴുതുക, സംഗ്രഹിച്ചെഴുതുക എന്നുള്ളത് അതുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, ഔട്ട്ലൈൻ സ്റ്റോറി റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ് ഈ സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ഞങ്ങൾ മലയാളം പഠിച്ചിട്ടില്ലാത്തവർ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഞങ്ങൾക്ക് ഭാഷാ പരീക്ഷ ഉണ്ടാവുക, എപ്പോഴാണ് അതിന്റെ ദിവസം എന്നുള്ളതൊക്കെ PSC ഉത്തരവിറക്കിയിരിക്കുന്നു. ഏപ്രിൽ 27-നാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ K.TET-നായാലും LPUP-ക്കായാലും പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു ഉത്തരവ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളുടെ പരീക്ഷകളിലൊക്കെ ഇനി വരാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, എത്തിക്കുന്നതാണ്. പുതിയ ഇൻഫർമേഷൻസ് ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിലബസിലും പരീക്ഷാ നടത്തിപ്പിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ അപ്പോൾ തന്നെ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആ വിവരങ്ങൾ അപ്പോൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത പുതിയൊരു അപ്ഡേഷൻ വീഡിയോയുമായിട്ട് പുതിയൊരു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി നിങ്ങളിലേക്ക് എന്ത് ചെയ്യാനുണ്ട്, എത്തിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നന്ദി.